ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പുലാവാണ്. അതായത് ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പുലാവാണ് കാജു പുലാവ്. അതായത് കാഷ്യൂ നട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുലാവാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. മല്ലിയില, പുതിന, കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് പച്ചമുളക്, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു അധികം മസാലയൊന്നുമില്ല, ഒരുപാട് ഗരം മസാലയുടെ ആ ഫ്ലേവേഴ്സ് ഒന്നും ഒരുപാട് വരുന്നില്ല, കുത്തണ വരുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാജു പുലാവ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആന്ധ്രാപ്രദേശിൻ്റെ ഒരു ഒത്തൻറ്റിക് റെസിപ്പിയാണ് ഇത്, ഈ പുലാവ്. അപ്പോൾ കാജു പുലാവ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആന്ധ്ര പുലാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആന്ധ്ര പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി അരി എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി അരമണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ അങ്ങനെ എടുത്തു വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പുലാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പേസ്റ്റ് അരയ്ക്കാനുണ്ട്. ഞാനിവിടെ മല്ലിയില എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വരണ മാതിരി മല്ലിയില, 1 ടേബിൾ സ്പൂൺ വരണ മാതിരി പുതിനയും നമുക്ക് വേണം. അപ്പോൾ ഞാൻ കുറച്ച് പുതിന ഇല എൻ്റെ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ, ഒരു 4-5 ഇല ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മല്ലിയിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുതിന ഇലയും നമുക്ക് അതേ അളവിൽ വേണം. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ മിൻറ്റ് പൗഡർ, അതായത് പുതിനയുടെ പൗഡറുണ്ട്, അപ്പോൾ അത് ഞാൻ വലിയൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട്. അതിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി അരച്ചെടുക്കുക. നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഇല്ലെങ്കിലും വെള്ളമില്ലാതെ അരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആന്ധ്ര പുലാവ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, കുറച്ച് സ്പൈസി ആയിരിക്കും. പക്ഷെ ഞാൻ അത്ര സ്പൈസി ആയിട്ടല്ല ഉണ്ടാക്കുന്നത്, അല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള പുലാവാണ് വേണ്ടത് എങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന സ്റ്റെപ്പിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നന്നായി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കുക. ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ വരണ മാതിരി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഉണ്ടാക്കേണ്ട വീഡിയോ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അതിലോട്ട് കാഷ്യൂ പുലാവ് അല്ലേ, കാഷ്യൂ നട്ട് വേണം. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ വരണ മാതിരി കാഷ്യൂ നട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നിനെ 2ആക്കി നടുവേ നിന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കാഷ്യൂ നട്ട് നെയ്യിൽ നിന്ന് കോരി മാറ്റണം. എന്നിട്ട് ഇതേ നെയ്യിലോട്ട് നമുക്ക് ഒരു 4 പച്ചമുളക് ഞാൻ ഇതിലോട്ട് എണ്ണയിലോട്ട് ആഡ് ചെയ്തിട്ട് അതും വറുത്ത് കോരുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ കാഷ്യൂ നട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പാനിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. അതായത് ബാക്കിയുള്ള നെയ്യിലോട്ട്, നെയ്യ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള നെയ്യിലോട്ട് ഞാനൊരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് നീളം മാത്രമേ ഉള്ളൂ കേട്ടോ, ഒട്ടും എരിവില്ല. അതുകൊണ്ടാണ് 4 ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ആന്ധ്ര പുലാവ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലാണ് ഞാൻ പറഞ്ഞത്, ആ എരിവ് നമുക്ക് ബാലൻസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിലാണ് അതിൻ്റെ മെയിൻ ഇതിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി നല്ല സ്പൈസി ആയിട്ടുള്ള പുലാവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് 4, 5, 6 ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളക് ഒട്ടും എരിവില്ല, വെറും കാണാൻ മാത്രമേ നീളവും ഇതുള്ളൂ. അപ്പം ഞാനൊരു 4 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിക്കോളൂ. അപ്പോൾ ഇതൊരു നന്നായി മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതും കോരി മാറ്റുക. അതേ നെയ്യിലോട്ട്, അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ ഉണ്ട് ഓൾറെഡി ആ നെയ്യിലേക്ക്. അതിലോട്ട് ഞാൻ 2 ഗ്രാമ്പൂ, ഒരു വഴനയില, നമ്മൾ ഹോൾ ആയിട്ടുള്ള സ്പൈസസ് ആണ് ആഡ് ചെയ്തത്, കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരു സ്റ്റാർ അനീസ്,
ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരട്ടെ, ഒന്ന് ആ ഒരു ഫ്ലേവർ, ഗരം മസാലയുടെ ആ ഒരു ഫ്ലേവർ വരട്ടെ. ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറെ എക്സ്ട്രാ സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്ക് ഇതിലോട്ട് ഒരു ചെറിയൊരു സവാള ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുഞ്ഞ് സവാളയാണ് കേട്ടോ, കുഞ്ഞ് സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. നെയ്യിൽ തന്നെ ഉണ്ടാക്കുക, എന്നാലേ ആ ഫ്ലേവർ കറക്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട് വറുത്ത കോരി, അതേമാതിരി പച്ചമുളക് വറുത്ത കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറിയൊരു കഷ്ണം പട്ട, ഒരു ചെറിയൊരു കഷ്ണം തക്കോലം, 2 ഗ്രാമ്പൂ, ഒരു വഴയനല ഇത്രയും ഇട്ടു. അത് കഴിഞ്ഞ ശേഷം അതൊന്ന് മൂത്ത് നല്ല മണം വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് അതും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായി വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടോ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലോട്ട് ഞാൻ അരച്ചു വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയില പുതിന ഒക്കെ ഇട്ടിട്ടുള്ള അരച്ചു വെച്ച പേസ്റ്റാണ്. കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് അരച്ചു വെച്ച പേസ്റ്റാണ്. അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അരച്ചിട്ടുള്ളൂ. ഇപ്പം ഇതിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും നമ്മൾ പച്ചമണം പോയിട്ടില്ല. അപ്പോൾ അതൊന്ന് പോകുന്ന വരെ നമുക്ക് ഇത് നെയ്യിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം, എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും, ഒരു 2-3 മിനിറ്റ് ആവും. ഈസിയാണ് കേട്ടോ, ഞാൻ പറഞ്ഞ അത്ര സമയമൊന്നുമില്ല. അരമണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഇതും. ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ കൊടുക്കാം. ഞാൻ അതിലോട്ട് കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായി മുരിഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ്, വളരെ കുഞ്ഞ് ക്യാരറ്റായിരുന്നു, അതായത് 2 ടേബിൾ സ്പൂൺ വരും അളവ്, അത്രയേ ഉള്ളൂ അരിഞ്ഞു വന്നപ്പോൾ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വരണം മാതിരി ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചത് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള പീസ്, ഗ്രീൻ പീസ് ഇല്ലേ പച്ചപ്പട്ടാണി, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രോസൺ ആണെങ്കിൽ ഫ്രോസൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഫ്രഷ് ഉള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മസാല എല്ലാവിടേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. 2 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ, ക്യാരറ്റും പീസും ഒന്ന് കുക്കാവട്ടെ. കാരണം ഗ്രീൻ പീസ് നമ്മൾ ഫ്രഷാണ് ആഡ് ചെയ്തത്, പെട്ടെന്ന് കുക്കാവും. 2 മിനിറ്റ് മതി, ക്യാരറ്റും പെട്ടെന്ന് കുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് കുക്കായി വന്ന ശേഷം നമുക്ക് തുറന്നിട്ട് അരി ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരി, ബസ്മതി അരി 1 കപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം മാറ്റിയിട്ട് അരി മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഫ്രഷ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കപ്പ് അരിക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് എടുത്തു വെച്ചോളൂ. വെള്ളം എങ്ങാനും ഇടയിൽ പോരാൻ തോന്നുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് പ്രഷർ കുക്കറിൽ ചെയ്തു എടുക്കാം കേട്ടോ. ഒറ്റ ട്രിപ്പിൽ പ്രഷർ കുക്ക് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ഈസി ആയിട്ട് പാനിൽ ചെയ്തു എന്നേ ഉള്ളൂ, കുക്കർ കഴുകാനുള്ള മടി കൊണ്ട്. ഓക്കെ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 കപ്പ്, ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം എങ്ങാനും പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ആ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം നമുക്കൊന്ന് അടച്ചിട്ട് ഒന്ന് ചോറൊന്ന് വെന്ത് വരണവരെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചോറൊക്കെ ഒന്ന് കുക്കായി ഒന്ന് സെറ്റായിട്ട് വരണം. കൂടെ ഞാൻ കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ അടച്ചു വെക്കാൻ പോണ, വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാഷ്യൂ പുലാവാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും. എരിവ് കുറച്ചിട്ടുണ്ടാക്കിയാൽ കുട്ടികൾക്കും കഴിക്കാൻ പറ്റും. നല്ല സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂടാക്കി എടുക്കുന്ന സമയത്ത്
പച്ചമുളക് ചൂടാക്കി എടുക്കുന്ന സമയത്ത് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പം ഇതൊരു 10 മിനിറ്റ് ആവട്ടെ. അതിനുശേഷം തുറന്ന് കാണിച്ചു തരാം. കണ്ടോ, തുറന്നു, വെള്ളമെല്ലാം പോയിട്ടുണ്ട്, അരിയും വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തു. ഞാൻ അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ട്, പച്ചമുളക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരു പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് കാഷ്യൂനട്ടും. അപ്പം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് എല്ലാം കൂടെ ഒന്ന് ടോസ് ചെയ്തെടുക്കുക. അതായത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്ര കാഷ്യൂ പുലാവ് റെഡിയായി. കാഷ്യൂനട്ടിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 2-3 ടേബിൾ സ്പൂണേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കാഷ്യൂ പുലാവ് റെഡിയായി. ഇനി സെർവ് ചെയ്യുക, കഴിക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.